തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ നാമഹേതുക തിരുനാളാണിന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കായും ഒരേ ഉറവിടത്തിൽ നിന്ന് വന്ന പാരമ്പര്യത്തെ താന്താങ്ങളുടെ അനുവാചകരെ ഉദ്ദേശിച്ച് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് 12 പേരടങ്ങുന്ന അപ്പോസ്തല ഗണത്തെ മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാനുള്ളവരുമായ വലിയ ശിഷ്യഗണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് അരുളി ചെയ്യുന്നത്. ഈ വാക്യങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പല വാക്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ സന്ദേശം ക്ലേശിതർക്കും പീഡിതർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. സ്വർഗത്തിൽ അവരുടെ സമ്മാനം വലുതാണ്. ഇപ്പോൾ സമ്പത്തിലും ആശ്വാസത്തിലുമായിരിക്കുന്നവർ ഇവിടെ ആശ്വാസം പ്രാപിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്ക് സ്വീകൃതരും തിരസ്കൃതരുമായവർ തമ്മിലുള്ള വേർതിരിവ് ഇപ്പോൾ സംഭവിക്കുന്നു. നമ്മുടെ പ്രവൃത്തികളുടെ ഫലം സ്വർഗത്തിൽ ലഭ്യമാകും. മനുഷ്യരുടെ പ്രശംസ നന്മയ്ക്ക് ഉതകുന്നില്ല, ദുരിതമായിരിക്കും ഫലം. മറ്റുള്ളവരെ തുറന്ന മനസ്സോടെ സമീപിക്കുവാൻ സാധിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിന് അർഹത ലഭിക്കുന്നത്. ദൈവകരുണ, ദൈവമക്കളെന്ന സ്ഥാനം, ദൈവരാജ്യ പ്രവേശനം ഇവയ്ക്ക് നാം സ്വീകൃതരാകുന്നു. തുറന്ന മനസ്സും ഹൃദയ നൈർമല്യവും നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം.